Good morning everyone. Engineering chemistry രണ്ടാമത്തെ മൊഡ്യൂളാണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കുറേയധികം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടും. ഡയറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ആൻസർ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. നോക്കാം. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാറ്ററും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് പറയുന്ന, മാറ്ററും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ഇൻട്രാക്ട് ചെയ്താൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് സ്പെക്ട്രോസ്കോപ്പി. ആ മാറ്റർ എന്ന് പറയുന്ന ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, വളരെ ടൈനി പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഡയമെൻഷനിലുള്ള പാർട്ടിക്കിൾസ് ആണ് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് ദ ഇൻട്രാക്ഷൻ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് or matter with electromagnetic radiation. ഇനി നമുക്കറിയാവുന്നതുപോലെ മോളിക്യൂൾസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി പ്രോസസ് ചെയ്യും, സച്ച് ആസ് ഇലക്ട്രോണിക് എനർജി, വൈബ്രേഷണൽ എനർജി, റൊട്ടേഷണൽ എനർജി ആൻഡ് ന്യൂക്ലിയർ എനർജി. ഇതിൽ ഈ എനർജീസ് എന്തെല്ലാമാണെന്ന് നമ്മൾ വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. ഇനി a transition can occur between these states by absorption or emission of radiation. അതായത് ഒരു മോളിക്യൂളിന് ഒരു ഇലക്ട്രോണിക് ലെവലിൽ നിന്ന് മറ്റൊരു ഇലക്ട്രോണിക് ലെവലിലേക്ക്, ഒരു ലോവർ ഇലക്ട്രോണിക് ലെവലിൽ നിന്ന് ഹയർ ഇലക്ട്രോണിക് ലെവലിലേക്ക് പോകണം എങ്കിൽ അവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജിയെ അബ്സോർബ് ചെയ്യണം. അതുപോലെ തന്നെ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജിയെ എമിറ്റ് ചെയ്യണം. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ആയിരിക്കും എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത്. ദീസ് ട്രാൻസിഷൻസ് ആർ അബൈഡഡ് ബൈ ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾസ്. ഇനി വൈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അനാലിസിസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സാമ്പിൾ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞ എമൗണ്ട്, ലെസ് എമൗണ്ടിൽ സാമ്പിൾ ക്വാണ്ടിറ്റി മതി. ഇനി അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിള് അത് അൺചേഞ്ച്ഡ് ആയിരിക്കും. അനാലിസിസിന്റെ സമയത്ത് അൺചേഞ്ച്ഡ് ആയിട്ട് റിമെയിൻ ചെയ്യും. വോളിമെട്രി, ഗ്രാവിമെട്രി അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസ്, എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സാമ്പിൾസ് അല്ലെ അനലൈസ് ചെയ്യേണ്ട സാമ്പിൾസ് മറ്റൊരു കെമിക്കൽ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. എന്നാൽ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അൺചേഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ ആക്യുറേറ്റ് റിസൾട്ടും ഇവിടെ കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയുടെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് MRI സ്കാനിങ്. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്കും സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. എസ്പെഷ്യലി NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ട് കൊണ്ടാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ ഫീൽഡിലെ ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് MRI. അപ്പം അതിന് യൂസ് ചെയ്യുന്നതും സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് തന്നെയാണ്. ഇനി എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് സംതിങ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ electromagnetic spectrum is a range of all possible wavelengths of electromagnetic radiation ranging from higher energy gamma rays through visible light and down to low energy radio wave. ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ റേഡിയേഷൻസിനെ, ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അവരുടെ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡറിലോ, ഈ ഓർഡർ ആണെങ്കിൽ എയ്തർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, ഇതിനെ തന്നെ നമുക്ക് പറയാം ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയുടെ ടൈമിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഏറ്റവും ഫ്രീക്വൻസി കൂടിയത് ഇവിടെയാണ് കിടക്കുന്നത്. ഫ്രീക്വൻസി കുറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. ഫ്രീക്വൻസി കൂടിയ റേഡിയേഷന് എനർജിയും കൂടുതലായിരിക്കും. അതിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഒക്കെ താഴെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ്, UV വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഈ രീതിയിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓർഡർ പോകുന്നത്. എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വെക്ടർ which are perpendicular to each other, which is also perpendicular
perpendicular to the direction of propagation of electromagnetic radiation. എന്നുവെച്ചാൽ അവിടെ ഒരു ഇലക്ട്രിക് കമ്പോണന്റ് ഉണ്ട്, മാഗ്നറ്റിക് കമ്പോണന്റ് ഉണ്ട്. അത് രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതുപോലെ തന്നെ റേഡിയേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഇലക്ട്രിക് വെക്ടറിനും മാഗ്നറ്റിക് വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൺസിസ്റ്റ് ഓഫ് particle representing a quantum of light or discrete package of energy known as photons. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറുണ്ട്, വേവ് നേച്ചറുണ്ട്. ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റിനെ പാക്കറ്റ്സ് ഓഫ് എനർജി, അതിനെയാണ് നമ്മൾ ക്വാണ്ടം എന്ന് വിളിക്കുന്നത്, പാക്കറ്റ് ഓഫ് എനർജി. അപ്പോൾ ആ പാക്കറ്റ് ഓഫ് ക്വാണ്ടം ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും, അതൊരു വേവ് ആണ്. അപ്പോൾ അതിനൊരു വേവ് ലെങ്ത് കാണും, ഫ്രീക്വൻസി കാണും. അത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്: C = mu lambda, where C is the velocity or speed of light in vacuum, that is 3 × 10⁸ meter/second. Mu is the frequency of light and lambda is the wavelength. ഇനി വേവ് നമ്പർ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് നമ്പർ mu bar is equal to 1/λ. ഇനി എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓർ ഫോട്ടോൺ is equal to h nu, where h is the Planck's constant, mu is the frequency. Here from this equation we can write energy as E is equal to hc/λ. From this equation we can write energy as E is equal to hc mu bar. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം, കാരണം പ്രോബ്ലം ചെയ്യാൻ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വേവ് നമ്പർ ഏതിൻ്റെ ടേമിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ തരാം. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഇനി ടൈപ്സ് ഓഫ് സ്പെക്ട്ര. സ്പെക്ട്രോസ്കോപ്പിയെ മെയിനായിട്ടും അബ്സോർഷൻ സ്പെക്ട്രം എന്നും എമിഷൻ സ്പെക്ട്രം എന്നും തിരിക്കാം. അബ്സോർഷൻ സ്പെക്ട്രത്തിൽ വരുന്നതാണ് അറ്റോമിക് സ്പെക്ട്രവും മോളിക്കുലാർ സ്പെക്ട്രവും. എമിഷൻ സ്പെക്ട്രത്തിൽ വരുന്നതാണ് ഫ്ലൂറസെന്റ് സ്പെക്ട്രം. ഇനി എന്താണ് അബ്സോർഷൻ സ്പെക്ട്ര? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അബ്സോർഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നടന്നിട്ടാണ് സ്പെക്ട്രം കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മോളിക്യൂള് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, ഒരു ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂൾ ഇവിടെ നിന്ന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പിനെയാണ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇത് ഏത് ട്രാൻസിഷൻ ആണോ നടക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. When atom or molecule is undergo transition from lower energy level EI to higher energy level EF with absorption of photon of energy, spectrum obtained called absorption spectrum. Absorption spectrത്തിന് എക്സാമ്പിൾസ് ആണ് UV visible, IR, microwave and NMR spectrum. ഇനി എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. ഇവിടെ സംഭവിക്കുന്നത് ഒരു മോളിക്യൂള് അതിൻ്റെ ട്രാൻസിഷൻസ്, എന്ത് ട്രാൻസിഷൻ വേണേലും ആകാം, ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആകാം, വൈബ്രേഷണൽ ആകാം, റൊട്ടേഷണൽ ആകാം, എന്ത് ട്രാൻസിഷൻ ആണെങ്കിലും ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലേക്ക് വരണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റേഡിയേഷനെ ഓമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ ഈ എമിറ്റ് ചെയ്ത് കളയുന്ന റേഡിയേഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന സ്പെക്ട്രമാണ്, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന സ്പെക്ട്രമാണ് എമിഷൻ സ്പെക്ട്രം. ഈ എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇ കറസ്പോണ്ട്സ് ടു എച്ച് ന്യൂ. Atom or molecule undergo the transition from higher energy to lower energy with emission of photon. Spectrum is called emission spectrum. Example, hydrogen spectrum, atomic emission spectrum and fluorescent spectrum. ഇനി മാറ്ററും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഏത് ടൈപ്പ് ഓഫ് മാറ്റർ ആണ്
ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്പെക്ട്രത്തെ രണ്ടായി തിരിക്കാം. അറ്റോമിക് സ്പെക്ട്രം, മോളിക്കുലാർ സ്പെക്ട്രം. ഇഫ് the transition of electrons between atomic energy levels, that means the interacting matter is atom, അങ്ങനെയാണെങ്കിൽ ആ സ്പെക്ട്രത്തെ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയാം. If the electromagnetic radiation interacting with the molecular energy levels, the spectrum obtained is called molecular spectrum. These are the examples of molecular spectrum: UV, IR, microwave NMR. Then ഇനി molecular energy levels. ഒരു മോളിക്യൂളിന് പല രീതിയിലുള്ള എനർജിയെ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇലക്ട്രോണിക് എനർജി ലെവൽസ്. ഫസ്റ്റ് വൺ, it is associated with electron present in the molecule which can occupy various molecular energy level. Molecular orbitals can be bonding or anti-bonding. Energy gap between electronic levels fall in UV visible region. UV visible region എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് പല ഇലക്ട്രോണിക് എനർജി ലെവൽസിൽ ഇരിക്കാനായിട്ട് പറ്റും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, പിന്നെ എക്സൈറ്റഡ് E1, E2 അങ്ങനെ പല സ്റ്റേറ്റിൽ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ മോളിക്കുലാർ ഓർബിറ്റൽസ് ബോണ്ടിങ് ആകാം, ആൻറ്റി ബോണ്ടിങ് ആകാം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ വിത്ത് ലോവർ എനർജി, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ വിത്ത് ഹയർ എനർജി. ഇനി ആ എനർജി ഗ്യാപ്പിനെ, ഈ എനർജി ഗ്യാപ്പിനെ, അതായത് ഒരു ഇലക്ട്രോൺസിന് E1 എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുക, E2, E3 അങ്ങനെ ഓരോ സ്റ്റേറ്റിലിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എനർജി ആണ് എങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Hν കിടക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ട് UV വിസിബിൾ റീജിയൺ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. UV വിസിബിൾ റീജിയണിലാണ് അതിന്റെ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഇലക്ട്രോണിക് ലെവൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് വൈബ്രേഷണൽ എനർജിയാണ്. Atoms in a molecule can vibrate by keeping the position of center of mass constant. The energy associated is called vibrational energy. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സെന്റർ ഓഫ് മാസ് ചേഞ്ച് ആകുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സെന്റർ ഓഫ് മാസിനെ നിർത്തിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ ഹൈഡ്രജനും ക്ലോറിനും ആണുള്ളത്. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും നടുക്കൊരു ബോണ്ടുണ്ട്. അവിടെ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. ക്ലോറിന്റെ അടുത്തേക്ക് നീങ്ങിയ ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. ആ പൊസിഷനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ക്ലോറിൻ മോളിക്യൂളും ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ വൈബ്രേഷണൽ എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ലോവർ വൈബ്രേഷണൽ എനർജി ഉണ്ട്, ഹയർ വൈബ്രേഷണൽ എനർജി ഉണ്ട്. അപ്പം എനർജി കൂടുന്നതനുസരിച്ച് നമുക്ക് എനർജി ലെവൽസിനെ ഗ്രൗണ്ട് വൈബ്രേഷണൽ എനർജി, എക്സൈറ്റഡ് വൈബ്രേഷണൽ എനർജി ലെവൽസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ദിസ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വൈബ്രേഷണൽ ലെവൽസ് ഫോൾ ഇൻ IR റീജിയൻ. ഈ രണ്ട് വൈബ്രേഷണൽ ലെവൽ തമ്മിലുള്ള ഡെൽറ്റ ഇ എന്ന് പറയുന്ന ആ എനർജി ഗ്യാപ്പ് IR റീജിയണിലെ എനർജിക്ക് കറസ്പോണ്ടിങ് ആണ്. ഫോർ എക്സാമ്പിൾ HCl മോളിക്യൂൾ അണ്ടർഗോ ബോണ്ട് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്. ഇനി അടുത്തത് റൊട്ടേഷണൽ എനർജിയാണ്. A molecule can rotate in a space about an axis passing through its center of mass possesses rotational energy. Rotational energy can only possessed by gas or liquid, not solids. The energy gap between rotational energy levels fall in microwave region. അപ്പം ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആണെങ്കിൽ UV വിസിബിൾ റീജിയണിലും, രണ്ട് വൈബ്രേഷണൽ എനർജി തമ്മിലുള്ള ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് IR റീജിയണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയും, രണ്ട് റൊട്ടേഷണൽ ലെവൽസിന് തമ്മിലുള്ള, രണ്ട് റൊട്ടേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ഡെൽറ്റ ഇ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈക്രോവേവ് റീജിയനിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമാണ് ഉള്ളത്. ഇനി ട്രാൻസ്ലേഷണൽ എനർജി, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മോളിക്യൂളിന്റെ സെന്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ട്രാൻസ്ലേഷണൽ എനർജി.
It is not quantized. It is quantized only when molecule is confined in a box of nano dimension. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരു മോളിക്യൂളിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആ മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള എനർജീസിന്റെ സമ്മാണ്. ഇലക്ട്രോണിക് എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി പ്ലസ് ട്രാൻസ്ലേഷൻ എനർജി. ഇനി ഇതാണ് മോളിക്കുലാർ എനർജി ലെവൽസിന്റെ ഒരു ഡയഗ്രാം. ഈ കാണിച്ചിരിക്കുന്ന ഓരോ വലിയ ലെവൽസും, അതായത് ഇത്രയും ലെവൽ ഫുള്ള് ഒരു ഇലക്ട്രോണിക് എനർജി ലെവലാണ്. ഇത് അടുത്ത ഒരു ഇലക്ട്രോണിക് എനർജി ലെവലാണ്. ഇത് അടുത്തൊരു ഇലക്ട്രോണിക് എനർജി ലെവലാണ് ഈ വലിയ ലൈൻസ്. സെക്കൻഡ് വൺ, ഇതിന്റെ ഈ ഓരോ ഇലക്ട്രോണിക് എനർജി ലെവൽസിന്റെ അകത്ത് കാണപ്പെടുന്ന ഇതാണ് വൈബ്രേഷണൽ ലെവൽസ്. ഇനി ഒരു വൈബ്രേഷണൽ ലെവൽസിന്റെ ഉള്ളിൽ തന്നെ കാണുന്ന ചെറിയ ലെവൽസിനെയാണ് റൊട്ടേഷണൽ ലെവൽസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇലക്ട്രോണിക് ലെവൽസിന്റെ അകത്തും ഒരു വൈബ്രേഷണൽ ലെവലും കാണും, ഒരു റൊട്ടേഷണൽ ലെവലും കാണും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോണിക് എനർജി ലെവൽസ് ആർ ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജി ലെവൽ ആൻഡ് ഓൾസോ വൈബ്രേഷണൽ എനർജി ലെവൽസ് എംബഡഡ് വിത്ത് റൊട്ടേഷണൽ എനർജി ലെവൽസ്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷന്റെ ഡയഗ്രമാണ്. അതായത് E1 എന്ന് പറയുന്ന ഇലക്ട്രോണിക് എനർജി ലെവലിൽ നിന്നും E2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് എനർജി ലെവലിലേക്ക് ഒരു മോളിക്യൂള് അതിന്റെ ട്രാൻസിഷൻ നടന്നാൽ ഇങ്ങനെയാണ് ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നത്. അത് E1 E2 ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ആകാം. ഇത്രയും മുഴുവനാണ് E1, ഇത്രയും മുഴുവനാണ് E2. അതിന്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു E1 E2 ഡെൽറ്റ E, that means E2 minus E1, which corresponds to the energy of UV visible region. ഇവിടെ നമുക്ക് മനസ്സിലാകും ഓരോ ഇലക്ട്രോണിക് ലെവൽസിന്റെ അകത്തും വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്. ഇത് ഈ ഒരു ഫിഗർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പ്രീവിയസ് ഇയറിലൊക്കെ മോളിക്കുലാർ എനർജി ലെവൽസ് എന്താണെന്നും അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് കാണിക്കാനും അതുപോലെ എന്തുകൊണ്ടാണ് ഒരു UV വിസിബിൾ സ്പെക്ട്രം ബ്രോഡ്ബാൻഡ് ആയതെന്നും ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. നോക്കാം. ഇനി എനർജിയുടെ ഒരു ഓർഡർ, ഇലക്ട്രോണിക് എനർജി ലെവൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിയാൽ അറിയാം. UV വിസിബിളിന് IR-നേക്കാൾ എനർജി കൂടുതലാണ്, IR-നേക്കാൾ എനർജി കുറവാണ് മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയേഷൻസിന്. അപ്പൊ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ UV വിസിബിൾ ആണ്. വൈബ്രേഷണൽ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് IR, റൊട്ടേഷണൽ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മൈക്രോവേവ് റേഡിയേഷൻസ് ആണ്. അപ്പോൾ ഏറ്റവും കൂടിയ എനർജി ഇലക്ട്രോണിക് ട്രാൻസിഷന്റെ എനർജിയാണ്, ഏറ്റവും കുറഞ്ഞത് ട്രാൻസ്ലേഷൻ എനർജി. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എനർജി നമുക്ക് നെഗ്ലിജിബിൾ ആക്കാം. Therefore, total energy of the molecule can be written like this. So, electronic transition of molecules always accompanied by vibrational and rotational transition. Vibrational transition always accompanied by rotational transition. Thus, UV spectrum appears as broadband. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് UV സ്പെക്ട്രം ഓർ ഇലക്ട്രോണിക് സ്പെക്ട്രം ബ്രോഡ് ബാൻഡ് ആയിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് തന്നെ വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, റൊട്ടേഷണൽ ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇലക്ട്രോണിക് സ്പെക്ട്രം ഓർ UV സ്പെക്ട്രം ബ്രോഡ് ബാൻഡായി കാണപ്പെടാനുള്ള കാരണം. ഇനി ഈ പാർട്ടിൽ നിന്ന് നിങ്ങൾ എക്സസൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Draw the molecular energy level. Draw the molecular energy levels which shows electronic transition. Which shows electronic transition and explain why UV spectrum appears as broadband. And explain why UV spectrum
appears as broadband. Question is clear? Draw the molecular energy levels which shows the electronic transitions and explain why a UV spectrum appears as broadband. ഇത് നിങ്ങൾ എഴുതി 10 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി സ്ലൈഡിലുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഈ ആൻസർ അപ്ലോഡ് ചെയ്യുന്നവർക്കായിരിക്കും അറ്റൻഡൻസ് കിട്ടുക. ഓക്കെ, താങ്ക് യു.